പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 34-ാമത്തെ സങ്കീർത്തനം ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ഇന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ധ്യാനിക്കാൻ. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. ഉറപ്പാണ്, വാഗ്ദാനമാണ്. നമുക്ക് ജീവിതം ഇങ്ങനെ പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുത്ത് ശരണപ്പെടാൻ പറ്റുന്ന വചനമാണ്. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എളിമയോട് നിലവിളിച്ച കർത്താവ് കേൾക്കും. ഉറപ്പുള്ള കാര്യമാണ്. എന്നിട്ട് വേണം ഇനി ഇന്നത്തെ സുവിശേഷത്തിലേക്കും ആദ്യത്തെ വായനയിലേക്കും പോകാൻ. കർത്താവ് ഫരിസയരെ ഇങ്ങനെ മുഴുവനായിട്ട് നിശിതമായിട്ട് വിമർശിക്കുന്നത് കാണാം. ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഒന്നാമത്തെ വായനയിലേക്ക് നമുക്കൊന്ന് പോകണം. ഇതൊന്ന് ചേർത്ത് വായിക്കാനായിട്ട്. നീ എന്നെ ധിക്കരിച്ച് ചെയ്ത പ്രവർത്തികൾ നിമിത്തം നിന്നെ ഞാൻ അന്ന് ലജ്ജിതനാക്കുകയില്ല. സാധാരണ എന്താ പറയേണ്ടത്? നീ എന്നെ ധിക്കരിച്ച് ചെയ്ത പ്രവർത്തികൾ നിമിത്തം ഞാൻ നിന്നെ ലജ്ജിതനാക്കും എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ കർത്താവ് പറയണത്, നീ എന്നെ ധിക്കരിച്ച് ചെയ്ത പ്രവർത്തികൾ നിമിത്തം നിന്നെ ഞാൻ അന്ന് ലജ്ജിതനാക്കുകയില്ല. എന്തെന്നാൽ നിന്റെ മധ്യേ നിന്ന് വൻപ് പറയുന്ന അഹങ്കാരികളെ ഞാൻ നീക്കിക്കളയും. നീ എൻ്റെ വിശുദ്ധഗിരിയിൽ വെച്ച് ഒരിക്കലും അഹങ്കരിക്കുകയില്ല. ഞാൻ നിന്റെ മധ്യത്തിൽ വിനയവും എളിമയുമുള്ള ഒരു ജനത്തെ അവശേഷിപ്പിക്കും. അവർ കർത്താവിൻ്റെ നാമത്തിൽ അഭയം പ്രാപിക്കും. നീ എന്നെ ഇത്രമാത്രം ദ്രോഹിച്ചിട്ട്, ഇത്രയും തെറ്റ് ചെയ്തിട്ട് നിന്നെ ഞാൻ തള്ളിക്കളയാത്തതിൻ്റെ, ലജ്ജിതനാക്കാത്തതിൻ്റെ കാരണം ഇതാണ്. നിന്റെ മുൻപിൽ നിന്ന് വമ്പ് പറയുന്ന അഹങ്കാരികളുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ അതാ കാണണേ. കർത്താവിന് മുൻപിൽ നിൽക്കുന്നത് ചുങ്കക്കാരും പാപികളുമാണ്. ആ കാലത്തെ, ആ ലോകത്തെ, അന്നത്തെ മനുഷ്യരുടെ മുൻപിൽ ഏറ്റവും വലിയ പാപികളായിട്ടുള്ള മനുഷ്യർ ചുങ്കക്കാരും പാപികളും വേശ്യകളും. എന്നാൽ ഇവരൊന്നും ശിക്ഷിക്കപ്പെടില്ല. ഇവരുടെ മുൻപിൽ നിന്ന് വമ്പ് പറയുന്ന ഫരിസയരെ, നീതിമാന്മാരെ, നിങ്ങളെക്കാൾ മുന്നേ ചുങ്കക്കാരും വേശ്യകളും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നവരാണ്. അതിനുള്ള കാരണം കർത്താവ് പറയുന്നുണ്ട്. നിങ്ങളത് കണ്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. ചുങ്കക്കാരും വേശ്യകളും സ്നാപക യോഹന്നാനിൽ വിശ്വസിച്ചു. നിങ്ങളത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. ആ ഒരു അനുതാപത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യമേ വായിച്ചത്. പ്രതിവചന സങ്കീർത്തനത്തിൽ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. ഒന്നാമത്തെ വായന പറയുന്നുണ്ട്, ഞാൻ നിന്റെ മധ്യത്തിൽ വിനയവും എളിമയുമുള്ള ഒരു ജനത്തെ അവശേഷിപ്പിക്കും. അവർ കർത്താവിൻ്റെ നാമത്തിൽ അഭയം പ്രാപിക്കും. കർത്താവെ, ഈ ഒരു എളിമ തരണമേ എന്ന്. സ്വർഗത്തിൽ പോണോ നമ്മളിങ്ങനെ അഹങ്കാരം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കൂട്ടിൽ പോലും നമ്മൾ ചെന്ന് പറയണത് ചെയ്യാത്ത തെറ്റുകൾ ഏതൊക്കെയാണെന്ന്. ഞങ്ങൾ ഇന്നത് ചെയ്തിട്ടില്ല. ഓക്കെ, ഞങ്ങൾ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്ത് കുമ്പസാരാണ്? സ്വയം എളിമപ്പെട്ട് ചെയ്തു പോയ പാപങ്ങളെ മനസ്സുരുകി ഏറ്റുപറയേണ്ടിടത്ത് നമ്മൾ ചെന്ന് കർത്താവിനോട് കണക്ക് പറയും. ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടില്ലല്ലോ, ഇത് ചെയ്തത് ഇന്നത് കൊണ്ടാണല്ലോ. എളിമയുള്ള ഒരു ജനത്തെ അവശേഷിപ്പിക്കും. അവർ കർത്താവിൽ അഭയം പ്രാപിക്കും. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. അതുകൊണ്ട് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. പേടിക്കണ്ട, സമയമൊന്നും വൈകിട്ടില്ല. ആദ്യം കർത്താവ് തരുന്ന ഉപമയുണ്ടല്ലോ, അതിനകത്ത് രണ്ട് കുഞ്ഞു മക്കളോട്, രണ്ട് ആൺമക്കളോട്, പുത്രന്മാരോട് യജമാനൻ ചെന്ന് പറയുന്ന കാര്യം നമ്മൾ വായിച്ചു കേൾക്കും. മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാമെന്നവൻ പറഞ്ഞെങ്കിലും അവൻ പോയില്ല. രണ്ടാമനോട് പറഞ്ഞു, നീ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യണം. അവൻ പറയണ എനിക്ക് മനസ്സില്ല. ഇങ്ങനെ നിന്നവരാണ് ചുങ്കക്കാരും വേശ്യകളും. നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ അനുദപിച്ച് അവൻ ആ മുന്തിരിത്തോട്ടത്തിൽ പോകുമ്പോൾ കർത്താവ് പറയും, അവനെ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? പോവില്ല എന്ന് പറഞ്ഞിട്ടും അനുദപിച്ച് പോയവനാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്.
മറ്റൊരു വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ മാനദണ്ഡം ആ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ്. ശരിയാണ്, കുറച്ചു കാലമായിട്ട് നമ്മളത് ചെയ്യുന്നില്ല, നമ്മൾ പറ്റില്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മാനസാന്തരപ്പെട്ട് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുമ്പോൾ എളിമപ്പെടുന്ന നേരത്ത് സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് എൻട്രി കിട്ടും. കർത്താവെ, ഞങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു സ്വർഗരാജ്യത്തിലേക്കുള്ള വാതിൽ ഞങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടാൻ ഇതാ എളിമയോടുകൂടെ, ഏറ്റവും താഴ്മയോടുകൂടെ, ഒരുപാട് അനുതാപത്തോടുകൂടെ അങ്ങയുടെ ആശീർവാദത്തിനായി പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, എളിയവന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറഞ്ഞ് കട്ടിലിൽ അമരുന്ന നേരത്ത് നമ്മുടെ ജീവിതവും ഇങ്ങനെ കർത്താവിൻ്റെ കാൽപാദത്തിങ്കലേക്ക് അമർത്തി കൊടുത്ത് സമർപ്പിക്കുക, പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുത്ത്, ഈശോയെ അങ്ങ് മാത്രമാണ് ആശ്രയം, അങ്ങിൽ മാത്രമാണ് എൻ്റെ അഭയം, അങ്ങ് വഴി മാത്രം എൻ്റെ തിരിച്ചുവരവ്. കർത്താവെ, അങ്ങയുടേതായിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയിലേക്ക് ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഞാനിതാ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. സ്വസ്ഥമായ ശാന്തമായ രാത്രി ആശംസിക്കുന്നു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.